ബ്രൗൺ കളറായിട്ടുണ്ട്. എണ്ണ റെഡി ആയിട്ടുണ്ട്. തലയിൽ അപ്ലൈ ചെയ്യാൻ പോവാം. ഇങ്ങനെ കുറേശ്ശെ പരത്തിയിട്ട് ഇങ്ങനെ തലയ്ക്ക് ചുറ്റും റൗണ്ട് നല്ലോണം ചെയ്യുക. കെട്ടി വെച്ച പോലെ. കൈ കണ്ട നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ഫൈനലിലേക്ക് ഇങ്ങനെ മൊത്തം പറ്റി എണ്ണ തയ്യാറാക്കുമ്പോൾ ഒരു ലെമണ്, മുട്ട, ബീട്രൂട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ്, പിന്നെ ശകലം തേയിലയുടെ വെള്ളം, തേയിലയിലല്ല, ഇതാണ് എണ്ണ പാക്കറ്റ്. എണ്ണ പൗഡർ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് നമ്മുടെ തലയ്ക്ക് എന്തുമാത്രമാണ് ആവശ്യമുള്ളത് അത് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഞാനൊരു കറിവേപ്പിലിൻ്റെ കമ്പോട്ടാണ് ഇട്ട് ഇളക്കി മിക്സ് ചെയ്യുന്നത്. ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ നന്നായി പേസ്റ്റായിട്ട് അരച്ചിട്ട് നമ്മൾ അതിൻ്റെ ജ്യൂസ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് തല കഴുകാൻ പിന്നെ എളുപ്പമായിരിക്കും. മൊത്തത്തോടെ നമുക്ക് വേണമെങ്കിൽ പുരട്ടാം, പക്ഷേ തല കഴുകുമ്പോൾ ഭയങ്കര പാടായിരിക്കും. ജ്യൂസാണ് ഏറ്റവും നല്ലത് ബീട്രൂട്ടിൻ്റെ. വേണ്ടത് തൈരാണ്. അത് കാരണം അതിൻ്റെ അനുസരിച്ച് നമ്മൾ ഈ വെള്ളമെല്ലാം ഒഴിക്കാറുള്ളൂ. തൈര് നമ്മുടെ മുടിക്ക് നല്ലൊരു കണ്ടീഷണർ എഫക്റ്റ് തരും. അടുത്തത് വേണ്ടത് മുട്ടയാണ്. മുട്ട മൊത്തം ഇട്ടിട്ടുണ്ട്. അടുത്തത് വേണ്ടത് ലെമണാണ്. നന്നായി മിക്സ്, ഒരു ലെമൺ മൊത്തം ഒഴിക്കുക. അടുത്തത് കോഫി പൗഡർ. വെള്ളം കുറവാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ബീട്രൂട്ട് ജ്യൂസ് എക്സ്ട്രാ മാറ്റി വെച്ചേക്കണം. എന്നിട്ട് അത് മിക്സ് ചെയ്യണേ. അവസാനം ഞാൻ കൈകൊണ്ട് ചെയ്യാൻ തുടങ്ങി. ഇതാണ് എൻ്റെ പരുവം. ഒത്തിരി നീണ്ടു പോവില്ലേ. അങ്ങനെ നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് കുറവുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണം. എനിക്കറിയാവുന്ന പോലെയാണ് ചെയ്തത്. ഒരു ചേച്ചി പറഞ്ഞെന്നാണ് തൈര് ഇടണമെന്ന്. തൈര് ഇട്ടാലും മുടി നല്ല കണ്ടീഷണർ നമ്മൾ അപ്ലൈ ചെയ്യില്ല, അതേപോലെ ആകുമെന്നാണ് പറഞ്ഞേക്കുന്നത് മുടിയെ. അതിനാണ് തൈര് ഇടുന്നത്. പിന്നെ നമ്മൾ തേയിലയുടെ വെള്ളം കുറച്ചേ ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. വേണമെങ്കിൽ ഒഴിക്കാമെന്ന് പറഞ്ഞു, ഓപ്ഷണലാന്ന് പറഞ്ഞു. എല്ലാവരും ഒഴിക്കാറുണ്ട്, പക്ഷേ ഇതാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇങ്ങനെ തൈരൊക്കെ ഒഴിച്ചുള്ളത് നല്ലതാണ്. പിന്നെ മുട്ടയൊക്കെ നാറ്റം വരത്തില്ല. നമ്മളതിൻ്റെ ഉണ്ണിയോട് ചേർത്ത് ഒഴിച്ചാൽ മതി, ഒരു നാറ്റമൊന്നും വരത്തില്ല. പിന്നെ ഒരു 5 hours നമ്മൾ വെച്ചാൽ മതി. എയർ ടൈറ്റ് ഡബ്ബയിൽ വെക്കണം. അപ്പം താങ്ക് യു ഫ്രണ്ട്സ്. നല്ലൊരു എണ്ണക്കൂട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു 2 മിനിറ്റ് ആയതേ ഉള്ളൂ. കൈയുടെ കളറ് മാറിയത് കണ്ടോ.